ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കാദ്യം ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു 50% റീട്രേസ്മെൻറ്റ് ഏരിയയുടെ തൊട്ടടുത്തു നിന്നാണ് മാർക്കറ്റ് ഇന്ന് കയറിയിട്ടുള്ളത്. എങ്കിലും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലോട്ട് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അപ് ട്രെൻഡിൽ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പ്രീ മാർക്കറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിലാണുള്ളത്. ഹയർ ലോ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പം അടുത്തൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോവർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണുള്ളത്. ഇതിപ്പം 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുള്ളത്. ഏകദേശം ഈ ഒരു പാറ്റേൺ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈകളെല്ലാം ലോവർ ഹൈ ആണ്. ഈ ഹൈക്ക് താഴെയാണ് നെക്സ്റ്റ് ഹൈ വന്നിട്ട് പിന്നെ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇന്നും ക്രിയേറ്റ് ചെയ്തത് ലോവർ ലോ ആണ്. നാളെ മാർക്കറ്റ് ഈ ഒരു ലോയ്ക്ക് താഴെയാണ് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ. പക്ഷേ നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ആ ഒരു റീട്രേസ്മെൻറ്റ് ഏരിയ ബ്രേക്ക് ചെയ്യുന്നത് വരയ്ക്കും അതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റ് ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണ്. ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലായിരുന്നു. അതിന് താഴെ ലെവൽ വരച്ചിട്ടില്ലായിരുന്നു. മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരോ CPR ആണ്. നിഫ്റ്റിയിലെ നാരോ CPR ആയിരുന്നു. മാർക്കറ്റ് ചിലപ്പോൾ രണ്ട് സൈഡിലോട്ടും ട്രെൻഡിങ്ങിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് പൊട്ടിയപ്പോഴത്തേക്കും അടുത്തൊരു സപ്പോർട്ട് വരെ പോകുമെന്ന് വിചാരിച്ചാണ് ഇൻട്രാഡേയിലും ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടാണ് കയറിപ്പോയത്. എങ്കിലും മാർക്കറ്റ് രണ്ട് സൈഡിലോട്ടും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് 24,356 ലെവല് കൃത്യമായിട്ട് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് നാളെ ഇതിന് താഴെയാണ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ 24,266 ഏരിയയിലൊക്കെ ആയിരിക്കും. അവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതിലൊരു റിവേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് കയറാൻ ഉള്ള ചാൻസ് ഉള്ളൂ. അത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലുള്ള ആ ഒരു സപ്പോർട്ട് റീട്രേസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടുക ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലായിരിക്കും ആദ്യം നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുക. ഇന്നത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിഫ്റ്റി IT-യും നിഫ്റ്റി FMCG ഒക്കെയാണ് സ്ട്രോങ് ബെയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി IT 1.75%, നിഫ്റ്റി FMCG 1.05% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയും നിഫ്റ്റി കൺസ്യൂമറും നിഫ്റ്റി ഹെൽത്ത് കെയറും ഒക്കെ ചെറിയൊരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് നൽകിയ സെക്ടറുകൾ നിഫ്റ്റി റിയാലിറ്റിയും നിഫ്റ്റി മെറ്റലും ആണ്. നിഫ്റ്റി ഡിഫൻസും സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിന് കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി ഡിഫൻസ് 0.30%, നിഫ്റ്റി റിയാലിറ്റി 1.46%, നിഫ്റ്റി മെറ്റൽ 1.26% സപ്പോർട്ട് നിഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെക്ടർ വൈസിൽ നിഫ്റ്റി 50യിൽ ഏറ്റവും ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളത് ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് ഏകദേശം 20 രൂപ കയറിയിട്ടുണ്ട്. 1.98% പോസിറ്റീവായിരുന്നു. ഹിൻഡൽകോയും ടാറ്റ സ്റ്റീലും HDFC ലൈഫ് ഇൻഷുറൻസ്, ONGC, ആക്സിസ് ബാങ്ക്, L&T ഈ 6 കമ്പനികളാണ് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത്. ടോപ്പ് ലോസേഴ്സിൽ വന്നിട്ടുള്ളത് HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, സൺഫാർമ, TCS, നെസ്ലെ ഇന്ത്യ, ITC ഈ 6 കമ്പനികളുമാണ് നിഫ്റ്റി 50യിൽ ടോപ്പ് ലോസേഴ്സിൽ വന്നിട്ടുള്ളത്. അതിൽ HCLC എല്ലാം ഏകദേശം 2% മുകളിലൊക്കെയാണ് ഇടിഞ്ഞിട്ടുള്ളത്. നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇന്നത്തെ ലെവൽസ് തന്നെയാണ്. മുകളിലോട്ട് നമുക്ക് 24,356 ബ്രേക്കൗട്ട് കിട്ടിയാലേ മുകളിലോട്ട് നമുക്ക് എൻട്രി ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ ഈ ഒരു 3 ആഴ്ചയായിട്ട് നമുക്ക് 3:15 ഓപ്ഷൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് 3:30 വരുന്നതെല്ലാം ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. 3:15 നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പക്ഷേ ഇന്ന് മാത്രമാണ് മാർക്കറ്റ് 3:30 ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു പുതിയ മെത്തേഡ് വന്നതിന് ശേഷം എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്ന് നെഗറ്റീവായിട്ടാണ്, വലിയൊരു നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 24,287 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നാളെ 24,356 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഈ ഒരു ലെവൽ വരയ്ക്കും പോകാൻ സാധ്യതയുണ്ട്. 24,429 24,430 ലെവലിലോട്ട് മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം 24,506 മുകളിലത്തെ 2 ടാർഗറ്റ് ഇത് രണ്ടുമാണ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,266 ഇതിൽ നിന്ന് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് ചെറിയൊരു ഫേക്ക് ബ്രേക്കൗട്ട് എടുത്ത് കയറിയാണ്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് താഴോട്ട് കൊടുക്കാം. താഴോട്ട് 24,227 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പാണ് അടുത്തൊരു ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. 24,137. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു ഡേയുടെ ഹൈ ആണ്. താഴോട്ട് ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24,043, ചിലപ്പോൾ മിക്കവാറും 24,000 വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരും. താഴോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നാളത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ലെവൽസ്. കൃത്യമായിട്ട് ഈ ഒരു സപ്പോർട്ട് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു. ഇതൊരു മാർക്കറ്റ് ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പി നോക്കിയാണ് SL അടിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പെട്ടെന്നുള്ളൊരു കയറ്റമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 24,200 വന്ന് സപ്പോർട്ട് എടുത്ത് കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നമ്മുടെ ലെവലിൽ നിന്ന് ചെറിയൊരു ഫേക്ക് ബ്രേക്കൗട്ട് താഴോട്ട്. ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഫേക്ക് ബ്രേക്കൗട്ട് അല്ല പറയുന്നത്, നമ്മൾ വരച്ചതിൽ നിന്ന് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു. അല്ലാതെ മാർക്കറ്റിനെ കുറ്റം പറയുന്നതല്ല. ചിലവ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത് ഈ ലെവലിലായിരിക്കും. നമ്മുടെ വര കുറച്ച് മുകളിലായിപ്പോയി. അതുകൊണ്ടാണ് അതിന് നമ്മുടെ ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. CPR കൃത്യമായിട്ട് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു താഴോട്ട്. CPR വരയ്ക്കും നമ്മൾ നോക്കുന്നത്. CPR കൃത്യമായിട്ട് മാർക്കറ്റിലൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു. നാളത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വളരെ ചെറിയ CPR ആണ്. നേരെ CPR 24,289 മുതൽ 24,293 വരേക്കാണ് CPR വരുന്നത്. ഇതിൽ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ തൊട്ട് മുകളിലാണ്. അതായത് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് CPRയുടെ തൊട്ട് താഴെയാണ്. 24,287 ആണ്. 289 CPR വരുന്നത്. താഴെ വരുന്ന സപ്പോർട്ടുകൾ, ഫസ്റ്റ് സപ്പോർട്ട് 24,214 24,222 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് 24,150 മുതൽ 24,158 വരേക്കാണ് സപ്പോർട്ട് വരുന്നത്. മാർക്കറ്റ് ഒരു മിക്കവാറും നാളെയും ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, വീക്കിലി എക്സ്പയറി കൂടിയാണ്. മുകളിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 24,386 മുതൽ 24,361 വരേക്കാണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 24,419 മുതൽ 24,426 വരേക്കാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. മാർക്കറ്റിൽ മിക്കവാറും നാളെയും ഈ ഒരു രണ്ട് സൈഡ് ഉള്ള ഒരു ട്രെൻഡിങ് മാർക്കറ്റിനാണ് സാധ്യത വളരെ കൂടുതൽ. എങ്കിലും ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റ് വ്യൂവിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് സെൻസെക്സ് നോക്കാം.
സെൻസെക്സിലും CPR വരുന്നത് നാരോ CPR ആണ്. 77,691 മുതൽ 77,716 വരേക്കാണ് CPR വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 77,983 മുതൽ 77,990 വരെയാണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 78,183 മുതൽ 78,197 വരെക്കാണ് മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്. താഴത്തെ സപ്പോർട്ട് നോക്കാം. ഫസ്റ്റ് സപ്പോർട്ട് വരിക 77,467 തൊട്ട് 77,492 വരേക്കാണ്. രണ്ടാമത്തെ സപ്പോർട്ട് വരിക 77,228 തൊട്ട് 77,256 വരേക്കാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും CPR നാരോ CPR തന്നെയാണ്. 57,436 മുതൽ 57,479 വരേക്കാണ് CPR വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 57,796 തൊട്ട് 57,850 വരെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 58,096 മുതൽ 58,143 വരെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 57,119 തൊട്ട് 57,172 വരെക്കാണ് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് 56,834 തൊട്ട് 56,776 വരെയാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി മാർക്കറ്റിൻ്റെ വ്യൂവും അപ്ഡേഷൻസും നാളെ രാവിലത്തെ മാർക്കറ്റ് വ്യൂവിലുണ്ടാവും. നാളത്തെ ലൈവ് മാർക്കറ്റിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.